നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1202 ചിങ്ങമാസം 5-ാം തീയതി, അതായത് 2026 ഓഗസ്റ്റ് മാസം 21-ാം തീയതി ശുക്രവാരം, വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച നല്ല ദിനമാണ്, ശുഭഗ്രഹമാണ്, ശുക്രൻ്റെ ദിനമാണ്. പക്ഷേ ഗർഭിണികളും നാൽക്കാലികളും വെള്ളിയാഴ്ച സഞ്ചരിക്കാറില്ല. അപ്രകാരമാണ് ബുധനാഴ്ചയും. ഇന്നത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ നവമി തിഥിയാണ്, 9ാമത്തെ തിഥിയാണ്. നവമി നല്ലൊരു തിഥിയാണ്. ആ തിഥിക്കൊരു ദോഷമുണ്ട്, അത് രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ജ്യോതിശാസ്ത്രത്തിൽ ചതുർത്ഥി 4ാമത്തെ തിഥി, 9ാമത്തെ നവമി തിഥി, 14ാമത്തെ ചതുർദശി തിഥി, ഇതൊക്കെ തന്നെ ശൂന്യമായ തിഥിയാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾക്കൊക്കെ അപൂർണത വരും ഇന്നത്തെ ദിവസമെന്ന് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇന്നത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 12 മണി വരെ അനിഴം നക്ഷത്രമാണ്. അനിഴം ഒരു ശുഭനക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കും. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഇന്നത്തെ സൂര്യോദയം, വെള്ളിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:37 ആകുന്നു തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ഇന്ന് കാലത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ശനീശ്വര പ്രീതി ചെയ്യാം. അനിഴം നക്ഷത്രമാണ്. ഓം ശം ശനീശ്വരായ നമഃ. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ശാസ്താവിനി, അതുമല്ലെങ്കിൽ പറശ്ശിനിക്കടവും മുത്തപ്പനൊക്കെ തന്നെ നെയ്വിളക്കോ വിശേഷപ്പെട്ട വഴിപാടുകൾ ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ല ദിനമാണിന്ന്. 12 മണി കഴിഞ്ഞാൽ പിന്നെ തൃക്കേട്ട നക്ഷത്രമാണ്. എന്നാൽ ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, തൃക്കേട്ട നക്ഷത്രമാകയാൽ വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടെ എന്ത് ചെയ്യാം? പാനകം, തുളസിമാല, ഭാഗ്യസൂക്താചാര വഴിപാടായി ചെയ്യാവുന്നതാണ്. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള മന്ത്രം. ഇന്ന് ശുഭകാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുഷ്ഠിക്കണമെങ്കിൽ കാലത്ത് 9:45 മുതൽ 10:20 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. പ്രാർത്ഥനകളെല്ലാം യഥാവിധി നടക്കട്ടെ. കാലയെ വർഷത്ത് പർജന്യഃ പൃഥിവി സസ്യശാലിനി. മേഘങ്ങൾ യഥാസമയം വർഷിക്കട്ടെ, ഭൂമി സസ്യശ്യാമളമാവട്ടെ എന്ന് നമ്മുടെ ഋഷിമാർ ഉച്ചരിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ശുഭദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.